നിങ്ങൾ നിങ്ങളുടെ മുറിയിൽ നിന്ന് കുറച്ചു നേരം മാറി നിൽക്കുമ്പോഴോ ജോലിക്ക് പോകുമ്പോഴോ കുട്ടിയെ ഡേ കെയർ അല്ലെങ്കിൽ പ്ലേ സ്കൂളിൽ വിടുമ്പോഴോ കുട്ടി കരയുകയോ ടാൻട്രംസ് കാണിക്കുകയോ ചെയ്യാറുണ്ടോ? അവർ സെപ്പറേഷൻ ആങ്സൈറ്റി അനുഭവിക്കുന്നുണ്ടാകാം. ഹായ്, ഐ എം ഐഷ ഹംന, വർക്കിംഗ് അറ്റ് സൈക്കോളജിസ്റ്റ് അറ്റ് പ്രയത്ന. പാരൻസ് അല്ലെങ്കിൽ കുട്ടിയുടെ പ്രൈമറി കെയർ ഗിവർ കുട്ടിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുമ്പോൾ കുട്ടികൾ കൂടുതൽ ആങ്ഷ്യസ് ആവാറുണ്ട്. ഈ ഒരു സിറ്റുവേഷനിൽ കുട്ടികൾ ടാൻട്രംസ് കാണിക്കുകയും കരയുകയുമാണ് ചെയ്യാറുള്ളത്. ഈ ഒരു കണ്ടീഷനാണ് സെപ്പറേഷൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി യൂഷ്വലി 6 months to 3 years ഓഫ് ഏജിലുള്ള കുട്ടികളിലാണ് കോമൺ ആയിട്ട് കണ്ടുവരുന്നത്. ആൻഡ് ഇറ്റ്സ് എ നോർമൽ പാർട്ട് ഓഫ് ദി ചൈൽഡ്സ് ഡെവലപ്മെൻറ്റ്. സെപ്പറേഷൻ ആങ്സൈറ്റി സാധാരണമായി നിങ്ങളുടെ കുട്ടികളോടുമായി എത്രത്തോളം കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് കാണിക്കുന്നതിൻ്റെ സിമ്പിൾ കൂടിയാണ്. സാധാരണമായി ഒരു കുട്ടിയുടെ സറൗണ്ടിങ്സിൽ എത്രത്തോളം അവെയർ ആയിരിക്കുന്നു എന്ന് കാണിക്കുമ്പോഴാണ് സെപ്പറേഷൻ ആങ്സൈറ്റി ഡെവലപ്പ് ആകുന്നത്. സെപ്പറേഷൻ ആങ്സൈറ്റി വഴി പാരൻസിന് പലതരത്തിൽ ഇമോഷൻസ് ആണ് ഉണ്ടാകുന്നത്. കുട്ടി തങ്ങളുടെ അത്രത്തോളം കണക്റ്റഡ് ആയിരിക്കുന്നു എന്ന് തോന്നുമ്പോൾ അവർ വളരെയധികം ഹാപ്പി ആയിരിക്കും. എന്നാൽ തനിക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയും തനിക്ക് വേണ്ടി വർക്ക് ചെയ്യുകയും ചെയ്യുന്നു എന്ന് ആലോചിക്കുമ്പോൾ അവർക്ക് കുറ്റബോധം തോന്നിയേക്കാം. എന്നാൽ നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. കുട്ടി നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ ഉത്കണ്ഠ ഉണ്ടാകുന്നത് തികച്ചും സ്വാഭാവികമാണ്. ഇത് കുട്ടിയുടെ കോപ്പിംഗ് സ്കിൽസ് ഡെവലപ്പ് ആക്കാനും അതോടൊപ്പം തന്നെ അവരെ കുറച്ചൊന്ന് ഇൻഡിപെൻഡൻ്റ് ആക്കാനും സഹായിക്കുന്നതാണ്. കുട്ടികളിലെ സെപ്പറേഷൻ ആങ്സൈറ്റി പാരൻസ് എങ്ങനെയൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യമായി പരസ്പരം അകന്നിരിക്കാൻ കുറച്ചു നേരം പരിശീലിപ്പിക്കുക. പതുക്കെ പുതിയ ആളുകളെയും അതുപോലെ തന്നെ പ്ലേസുകളും പരിചയപ്പെടുത്തുക. കുട്ടിയെ ഒരു ഡേ കെയറിലോ അല്ലെങ്കിൽ ഒരു പ്ലേ സ്കൂളോ ആരംഭിക്കുകയാണെങ്കിൽ ഒരു ഫുൾ ടൈം ഷെഡ്യൂൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് സന്ദർശനം നടത്തുക. സോ ദാറ്റ് കുട്ടിക്ക് ആ സ്ഥലങ്ങളോടും ആളുകളോടും ഒരു ഫെമിലാരിറ്റി തോന്നുകയാണ്. അടുത്തതായി നിങ്ങൾ കുട്ടിയെ ഒരു ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്തോ അതല്ലെങ്കിൽ ഒരു കെയർ ഗിവറിൻ്റെ അടുത്തോ ആക്കി പോവുകയാണെങ്കിൽ അവർക്ക് പറഞ്ഞു കൊടുക്കുക കുട്ടിയുടെ ശ്രദ്ധ എങ്ങനെയൊക്കെ നിങ്ങളിൽ നിന്ന് മാറ്റാൻ പറ്റുന്നത്. അതായത് ഒരു ഫേവറേറ്റ് ടോയ് കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഒരു വാക്കിന് കൊണ്ടുപോയിട്ടോ അവരുടെ ശ്രദ്ധ നിങ്ങളിൽ നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിക്കുക. അടുത്തതായി നിങ്ങൾ തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതായത് അമ്മ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ അല്ലെങ്കിൽ കുട്ടി ഡേ കെയറിൽ നിന്ന് പിക്ക് ചെയ്യുമ്പോൾ നമുക്ക് പാർക്കിൽ പോയി കളിക്കാം എന്ന് പറഞ്ഞെടുക്കുക. അപ്പോൾ അവർക്ക് നിങ്ങളിലൊരു പ്രതീക്ഷ ഉണ്ടാക്കുന്നതാണ്. അടുത്തത്, നിങ്ങൾ എപ്പോഴും പോസിറ്റീവായി ഗുഡ് ബൈ പറയുക. എനിക്കറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും വിഷമമുണ്ടാകാം. എന്നാൽ പോലും ചിന്തിച്ചുകൊണ്ട് ഹാപ്പി ആയിട്ട് കുട്ടികളോട് ബായ് പറയുക. അതോടൊപ്പം തന്നെ നിങ്ങൾ തിരിച്ചു വരുമെന്നും എപ്പോൾ മടങ്ങി വരുമെന്ന് കുട്ടിയെക്കുറിച്ചൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ടിപ്സ് വഴി നിങ്ങൾക്ക് പാരൻസിന് കുട്ടിയുടെ സെപ്പറേഷൻ ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. സെപ്പറേഷൻ ആങ്സൈറ്റി കുട്ടികൾ വളരുന്നതിനനുസരിച്ച് കുറയുന്നതാണ്. എന്നാൽ ചില കുട്ടികളിൽ സെപ്പറേഷൻ ആങ്സൈറ്റി കുറേ കാലം നിലനിൽക്കുകയും അത് അവരുടെ ഡെയിലി ലിവിങ്ങിനെ എഫക്റ്റ് ചെയ്യുകയും ആണെങ്കിൽ തീർച്ചയായും ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ്.